അല്ല കുഞ്ഞോളെ എന്താ പരിപാടി? ഞാനേ ഈ ഉഴുന്നും പരിപ്പൊക്കെ ഇതിലാക്കി വെക്കുക. ഇനി ആവശ്യത്തിന് ഉപയോഗിച്ചാൽ മതി കേട്ടോ. ഒന്നായിട്ടാണ് പൊട്ടിച്ചിട്ട് കാണ്ടേ ആവശ്യത്തിന് തന്നെ വെറുതെ വാരി വലിച്ചെടുക്കാൻ നിൽക്കരുതേ. ഒക്കെ ആവശ്യത്തിന് തന്നെ ഉപയോഗിക്കുന്നുള്ളൂ. ഇതാവുമ്പോൾ ഈ പാത്രം ആവുമ്പോ ഉണ്ടല്ലോ ഉപകാരമാണ്. ഇങ്ങനത്തെ പാത്രം ഉണ്ടായാലേ നമുക്ക് അല്ലെങ്കിൽ ഇതിനൊക്കെ കുപ്പിയാള് വേണ്ടി വരും. ഒരു 5-6 കുപ്പി വേണ്ടി വരും. സ്ഥലം മുടക്കുവാണ്. ഇതിപ്പോ ബോറും വെക്കാരം. ഇതിന് അടപ്പുണ്ട്. ഉള്ളിക്ക് എന്തേലും കേറോ എന്നുള്ള പേടിയില്ല. നമ്മളെ കുടിരിക്കലിന്റെ അന്ന് വാങ്ങിക്കണല്ലേ? കുടിരിക്കലിന്റെ 3 കൊല്ലാകാനായി. 3 കൊല്ലായിട്ട് ഒരു പ്രശ്നമില്ല. ഒരു കുഴപ്പമില്ല. നമ്മള് സ്റ്റാൻഡേർഡ് ആയിട്ട് സാധനം അവിടെ നിൽക്കും. ഇതിന് എടുക്കാനും സുഖമാണ് അല്ലേ? ആവശ്യത്തിനുള്ള ക്വാണ്ടിറ്റി മാത്രം എടുത്താൽ മതി അല്ലേ? ഈ പരിപ്പ് കടല അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇപ്പൊ പ്രസ് ചെയ്യണം. ഒന്നായിട്ട് പോരും. അതിന്റെ അത് വെച്ചുകൊണ്ട് എടുക്കുക. അതിനുള്ള പാത്രാണിത്. നമ്മള് കുറച്ച് തൂരപ്പരിപ്പ് എടുത്താ ഏത് ഇതാണോ വേണ്ടത് അതിന്റെ താഴെ വെക്കുക. ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്യുക. സാധനം റെഡി ആയി അല്ലേ? ഇനി വേണേ ഇനി എടുക്കുക. നമ്മളൊരു ആവശ്യം എത്രയാണോ അതിനനുസരിച്ച് എടുത്തിട്ട് അതിനൊന്ന് പ്രസ് ചെയ്തത് പണിയൊന്നുമില്ല. ഈ അടപ്പൂരി അതൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക, എടുക്കുക, അത്രേ ഉള്ളൂ. ഉപകാരമാണ്. അപ്പൊ ഗൈസ് ഇങ്ങനത്തെ ഒരു സാധനം വേണമെങ്കിൽ വാങ്ങി വെച്ചോളൂ കേട്ടോ. വീട്ടിലൊരു സ്റ്റാൻഡേർഡ് ആയിക്കാൻ ഒരു പ്രീമിയം കിച്ചണിന്റെ ഫീല് കിട്ടില്ല നമുക്ക്. ഇതെന്ന് വെച്ചാൽ കുറെ കുപ്പി ഞെളുങ്ങിയ കുപ്പിയും കറായ കുപ്പികളും വെക്കുള്ള. പിന്നെ കാലങ്ങളോളം നിൽക്കുള്ള കാര്യം പറയാലോ. 3 വർഷത്തിന്റെ മേലെയായി ഞങ്ങൾ ഈ സാധനം ഉപയോഗിക്കൽ തുടങ്ങിയിട്ട്. ഇപ്പോഴും ഒരു കുഴപ്പമില്ലാതെ വർക്കിംഗ് ആണ്. പിന്നെ അതേപോലെ ഒരു ചുമരുമ അറ്റാച്ച് ചെയ്യാനും പറ്റും കേട്ടോ. ബാക്കിൽ ഇതിന്റെ വേറൊരു സാധനം ഞങ്ങൾ സ്റ്റോർ റൂമിലാണ് വെച്ചിരുന്നത്. ഇത് കണ്ടങ്ങൾ ഈ ഒരു ചാലിക്കണ് ഇറക്കി വെക്കലാണ് ഇതിന്റെ ഒരു ഫ്രെയിം. ഇത് ആണി അടിച്ചു കണ്ട് ചുമരുമ വെക്കലാണ്. എന്നിട്ട് ആ സാധനം ചുമരുമ വെക്കാൻ പറ്റും. നമ്മളതിനെ എടുക്കാൻ സുഖത്തിന് ഇവിടെ കിച്ചണിൽ വെച്ചതാണെന്നുള്ളൂ അല്ലേ? അപ്പൊ ഗൈസ് ഈ പ്രൊഡക്റ്റ് വേണ്ടവരെ ഞാൻ വീഡിയോയിൽ എന്ത് ചെയ്യാ ഇത് ടാഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പ്രൊഡക്റ്റ്. അപ്പൊ അതിമൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കണ്ട് ഈ സാധനം തന്നെ വാങ്ങിക്കൊണ്ട് വേറെ കമ്പനീന്റെ വേറെ സാധനം വാങ്ങിയിട്ട് ക്വാളിറ്റി ഇല്ലാറാണ് എന്റെ അടുത്ത് വരരുത് അല്ലേ? അതിന് ഉദാഹരണമാണ്. ഇപ്പൊ നമ്മളത് 3 കൊല്ലം കഴിഞ്ഞു. ഇതുവരെ ഒരു കംപ്ലൈന്റ് ഇല്ല. ഈ പ്രസ്സിനോ ഒന്നിനും ഒരു കംപ്ലൈന്റ് വന്നിട്ടില്ല. പിന്നെ നമുക്കിത് വാഷബിൾ ആണ്. വാഷ് ചെയ്യാനും പറ്റും. ഇതിന്റെ ഓരോ ഫിറ്റിംഗ്സ് നമുക്ക് ചളിയാകുമ്പോൾ നമ്മളൊക്കെ ഊരിയിട്ട് വാഷ് ചെയ്ത് ക്ലീൻ ആക്കാൻ പറ്റും. സാധനങ്ങളൊക്കെ കഴിഞ്ഞാൽ നമുക്കൊക്കെ ഊരി ക്ലീൻ ചെയ്യാനും അതിനും ഇതിന്റെ ഈ ഓരോ സാധനങ്ങൾ നമുക്ക് റിമൂവ് ആക്കാനും പറ്റും. അത്യാവശ്യം നല്ല സ്റ്റോറേജ് ഉണ്ട് കേട്ടോ. നമ്മളിപ്പോ ഇത് എത്ര 1/2 കിലോ വാങ്ങിയിട്ട് നോക്കുകയാണെങ്കിൽ ഇതിലിട്ടിട്ട് ഇത്രേ ഉള്ളൂ. ഫുൾ ആയിട്ടില്ല.